So yes, അപ്പം അലൻ ജോസ്, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം, സ്വാഗതം. ഓക്കെ, സോ അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് ഇവിടെ ചെയ്യാൻ റെഡി ആണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ ഡാൻസ് പെർഫോമൻസ് ആണോ? യെസ്. അപ്പൊ ഡാൻസ് പെർഫോമൻസ് ആണോ പാട്ടാണോ? ആദ്യം ആശംസ, അത് കഴിഞ്ഞിട്ട് പെർഫോമൻസിലേക്ക് പോകാം. ഓക്കെ, സോ യെസ്. അപ്പം എന്താണ്, ഏത് പാട്ടാണോ ഡാൻസ് ആണോ, എന്താണ് ഇന്ന് അടിപൊളിയാക്കാൻ പോകുന്നത്? ഡാൻസ് ആണ്. ഓക്കെ, അതിനു മുമ്പ് നമ്മളുടെ ചോയ്സ് ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു വിഷ് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് മൂന്നാമത്തെ നമ്മളുടെ ബ്രാഞ്ചാണ്. സോ യെസ്, അദ്ദേഹം ഇവിടെയുണ്ട്, ലിൻസൺ സാർ ഇവിടെയുണ്ട്. സോ എന്തൊക്കെയാണ് പറയാനുള്ളത്? ചോയ്സ് ക്യാമ്പയിൻ സ്റ്റഡി അബ്രോഡിന്റെ വേദിയിലേക്ക് വിളിച്ചതിന് നന്ദിയുണ്ട്. അപ്പോൾ അങ്കമാലിക്കാർ സുഖമല്ലേ? 1, 2, 3 അറിയാലോ, അറിയാം. ഓക്കെ, സോ നമ്മളിവിടെ മംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഒരാള് 1 പറയുമ്പോൾ അടുത്ത ആള് 1 ഇംഗ്ലീഷ് ആണല്ലോ, അടുത്ത ആള് മലയാളത്തിൽ പറയണം. നല്ലൊരു കൈയടി കൊടുത്തേ എല്ലാവരോട് ചേർന്നിട്ട്. ഒന്ന് കൈയടിച്ചേ, കേൾക്കട്ടെ, കൈയടിച്ചേ. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. യെസ്, അപ്പൊ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. Oh dear mother, and to be married to Mr. Panginello. Oh dear mother, and to be married to Mr. Panginello. To Mr. Pan, to Mr. G, to Mr. Nell, to Mr. O, Panginello. Oh. ഇത് ശങ്കർ, ഇതാരാ? ശങ്കരാടി. ഇത് ആമ. അപ്പൊ ഇതാരാ? മറിയാമ്മ. ഇത് ഫസ്റ്റ് ഉണ്ണികൃഷ്ണൻ, രണ്ടാമത്തെ ഉണ്ണികൃഷ്ണൻ, മൂന്നാമത്തെ ഉണ്ണികൃഷ്ണൻ, നാലാമത്തെ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഇതാരാ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാന്നിട്ടുള്ളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലേ. അപ്പം എന്തായാലും ലിൻസൺ ചേട്ടനെ വിളിച്ചാലും എന്തായാലും നന്ദിയോട് ഓർക്കുന്നു. എന്തായാലും ആശംസകൾ നേരുന്നു. അങ്കമാലിക്കാർക്ക് വലിയൊരു സ്ഥാപനം തന്നെയാണ് ചോയ്സ് ഓഫ് ക്യാമ്പയിൻസ്. Ladies and gentlemen, and yes, അനരാജനെ ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർ ലിൻസൺ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സ്വാഗതം. ആദ്യം തന്നെ നമ്മളുടെ അങ്കമാലിയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും അങ്കമാലി ഡയറി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഹൗ ഡു യു ഫീൽ? എന്താണ് പറയാനുള്ളത്? ഇനി നമ്മള് ഇത്രയും നേരം നമ്മള് ഇവിടെ നിന്ന് 2 വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലേ? സോ നല്ലൊരു കൈയ്യടി കൊടുത്തേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി നമ്മളുടെ സ്വന്തം അനരാജിന് കൊടുക്കോ, നമ്മുടെ സ്വന്തം അങ്കമാലിയുടെ ലിച്ചിക്ക് വേണ്ടിയിട്ട് കൊടുക്കോ. യെസ്, അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് അങ്കമാലിയിൽ വീണ്ടും എത്താൻ സാധിച്ചത്. എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അങ്കമാലിയിൽ നിന്നാണ്. അപ്പോൾ അങ്കമാലി ഡയറീസിന് മുമ്പ് ഞാനിവിടെ IELTS പഠിക്കാനായിട്ട് ഈ ഏരിയയിലുണ്ടായിരുന്നു. അപ്പോൾ എന്താ അപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ വേറെ ബ്രാഞ്ചാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ പുറത്തുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അവരുടെ അടുത്ത ബ്രാഞ്ച്, നമുക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണ്. ദൈവം സഹായിച്ച മഴയൊന്നുണ്ടായിരുന്നില്ല. വീണ്ടും അങ്കമാലിയുടെ നാട്ടിൽ, അങ്കമാലിയുടെ മണ്ണിൽ ഇങ്ങനത്തെ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്ത് സാധിച്ചില്ല. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ഈശ്വരനോട് നന്ദി പറയുന്നു. എന്തായാലും എന്നെ കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് ലവ് യു. എനിക്ക് ലൈറ്റ് കാരണം ആരെയും കാണാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും ഫോൺ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ഔദ്യോഗികമായ പരിപാടിയിലേക്ക് കിടക്കാം. എന്തായാലും താങ്ക് യു, ലവ് യു, താങ്ക് യു.
ഒന്ന് കൈയടിച്ച് എല്ലാവരും ചേർന്ന് നിങ്ങളുടെ എല്ലാവരുടെ എനർജി ഒന്ന് ഫാമിലി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ലാംപ് ലൈറ്റിംഗ് സെറിമണിയിലേക്ക്. തീർച്ചയായിട്ടും ഇനോഗ്രേഷൻ ഇനിയും ആ ഒരു ഫോർമൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ യെസ്, ലാംപ് ലൈറ്റിംഗ് സെറിമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതികൾ എല്ലാവരും തന്നെ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അദ്ദേഹം കുറച്ച് തിരക്കുകൾ കാരണം ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോയിരിക്കുകയാണ്. സോ യെസിനെയും അടുത്തതായിട്ട് ബിനോയ് ഖൂരൻ സർ ആൻഡ് ലേഖ വത്സൻ എല്ലാവരും തന്നെ ഈ ഒരു വേദിയിലെത്തുക. ആൻഡ് ഇനിയും ആദ്യത്തെ തിരി തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലിൻസൺ സാറിനെയും അതുപോലെ തന്നെ അന്നാരാജനെയും ക്ഷണിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് അടുത്ത ആ ഒരു തിരി തെളിയിച്ചിട്ട് ആൻഡ് അമ്മയും ഒരുമിച്ച്, അതെ യെസ്, അന്നാരാജനും അതുപോലെ തന്നെ ലിൻസൺ സാറിന്റെ അമ്മയും ഒരുമിച്ച് ഈ ഒരു ഭദ്രദീപം കൊളുത്തുകയാണ് ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈഡി പ്ലേസ് ആൻഡ് വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഇന്ന് മുതൽ അങ്കമാലിയുടെ മണ്ണിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ സ്റ്റുഡൻസിന് ന്യൂസിലൻഡിലേക്ക് പറക്കാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും ചോയ്സ് ക്യാമ്പെയിൻസ്. സോ തീർച്ചയായിട്ടും വിഷിംഗ് ഓൾ ദ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആദ്യം തന്നെ ഞാൻ വെൽക്കം ചെയ്യുന്നു ആൻഡ് നന്ദിയും പറയുകയാണ്. സോ യെസ്, ഇനിയും അടുത്തതായിട്ട് നമ്മളുടെ യെസ് ബിനോയ് സാറും അതുപോലെ തന്നെ ക്ഷണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് യെസ്, ഏറ്റുവാങ്ങിക്കൊണ്ട് മൂന്നാമത്തെ നമ്മളുടെ ബ്രാഞ്ച് കൂടെ ഇവിടെ ഓപ്പൺ ആവുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവറി വൺ. ആൻഡ് ഇനിയും അടുത്തതായിട്ട് നമ്മളുടെ റിബൺ കട്ടിംഗ് സെറമണി കൂടിയാണ് ബാക്കിയുള്ളത്. ഒഫീഷ്യൽ ഫംഗ്ഷൻ നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്ത് നോക്കിയിട്ടാണ് ഇനിയും വിന്നറിനെ കണ്ടെത്താൻ പോകുന്നത്. ആൻഡ് വിന്നറിനെ കണ്ടെത്തുമ്പോൾ പേരും ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്മൾ പറയാം. ആൻഡ് 1 കൺഫേം ചെയ്താലേ നമ്മൾ ആള് ഓർപ്പിക്കുള്ളൂ. സോ യെസ്, അപ്പം നമ്മൾ 5 തുടങ്ങാൻ പോകുന്നത്. ലാസ്റ്റ് സമ്മാനമാണ് ഫസ്റ്റ് നമ്മൾ യെസ് 5ാമത്തെ സമ്മാനമായിട്ടുള്ള അയൺ ബോക്സ്. ഇതിൽ ഏത് ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് കിട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ അയൺ ബോക്സ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നാലും. അപ്പോൾ 5th പ്രൈസ് കിട്ടിയിരിക്കുന്നത് രാഹുൽ രാജൻ. അയൺ ബോക്സ് വന്നപ്പോൾ തന്നെ അവിടെ കൂട്ടച്ചിരി ഉണ്ടായിരുന്നു. എന്താന്ന് ഞാൻ ചോദിക്കണില്ല. എന്തായാലും രാഹുൽ രാജൻ വന്നോളൂ. യെസ്, ഒന്ന് പ്രോത്സാഹിപ്പിക്കും, നിങ്ങളുടെ ടീമിലെ ആൾക്കാരല്ലേ? അതെ സ്റ്റേജിലേക്ക് വന്നോളൂ. അതെ, നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഇപ്പോഴേ കൈമാറാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് അതിനു മുമ്പ് ആ ഒരു യെസ് ഫോൺ നമ്പർ ഒന്ന് കൺഫേം ചെയ്യണോ? ഫോൺ നമ്പർ ഓക്കെ. സോ യെസ്, അപ്പം ദേ നമ്പർ ഒന്ന് പറയോ? ലാസ്റ്റ് 495952885. കറക്റ്റ് ആണ്. നല്ലൊരു കൈഡി കൊടുത്തോ. യെസ്, ഗിഫ്റ്റ് നമ്മുടെ ആ ഒരു കിട്ടാൻ പോകുന്നേ നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യും കേട്ടോ. ഓക്കെ, സോ ആരാണ്? രാജേഷ് ഡേവിസ്. ആർക്കാണ് കിട്ടാൻ പോകുന്നത്? ചേട്ടൻ്റെ ഇത് കിട്ടിയാൽ നമുക്ക് തരാൻ നിർവാഹം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു പ്രൈസ് ഒരാൾക്ക് നമുക്ക്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 ഇഞ്ചിന്റെ TV ആണ്. ഇത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മളുടെ സ്വന്തം ലിച്ചിയാണ് കണ്ടെത്താൻ പോകുന്നത്. സോ യെസ്, മാർട്ടിൻ കിടങ്ങേ. മാർട്ടിൻ യെസ്, എവിടെയുണ്ട്? വിന്നറിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് അടിച്ചു മാർട്ടിൻ ചേട്ടാ. TV കിടങ്ങേൽ. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് എന്താ? പറ. ഓക്കെ, ഓക്കെ. സോ യെസ്, അപ്പം കയ്യിൽ നിന്ന് ആ ഒരു ഫസ്റ്റ് പ്രൈസ് ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇന്നത്തെ ലക്കിയസ്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. അങ്കമാലി, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി ചോയ്സ് ക്യാമ്പയിൻസിലൂടെ എല്ലാ സ്റ്റുഡൻസിന്റെയും സ്വപ്നങ്ങൾ പോവുകയാണെങ്കിൽ നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ചോയ്സ് ക്യാമ്പയിൻസിൽ വരൂ. ഭാവി സുരക്ഷിതമാക്കൂ. എനിവേ, എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ, ലവ് യു അങ്കമാലി.
സോ യെസ് അപ്പം യെസ് രുചിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മീഡിയക്കാർ മാത്രം മുകളിലേക്ക് ഈ ഒരു റിബൺ കട്ടിംഗ് സെറമണിക്ക് പോകാവുന്നതാണ്. മീഡിയക്കാർ മാത്രം, ഓൺലി മീഡിയ പീപ്പിൾ റിബൺ കട്ടിങ്ങിന്. സോ ആക്ച്വലി നമ്മളുടെ മുകളിൽ അത്രയും സ്പേസ് ആ ഒരു ഫ്രണ്ട് സൈഡിൽ ഇല്ലാത്തത് കൂടെ ഒരു കാരണമാണ്. സോ യെസ്, അപ്പോൾ അത്